എന്റെ ഇപ്പോഴത്തെ ചിന്തകളില് ഫുള്ള് റോഹന്റെ കല്യാണക്കാരിയാ. അത് എത്രയും ഗ്രാൻഡായിട്ട് നടത്താൻ പറ്റുമോ അത്രയും ഗ്രാൻഡായിട്ട് തന്നെ നടത്തണം. കാരണം വർമ്മയ്ക്കറിയാലോ, എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും അവൻ മാത്രമേ ഉള്ളൂ. എനിക്കും ഹൃദയ മാത്രമേ ഉള്ളൂ. കല്യാണം ഗ്രാൻഡായിട്ട് തന്നെ നടത്താന്നാ ഞാനും ചിന്തിക്കുന്നത്. ആകെയുള്ള ഒരു മകളുടെ കല്യാണത്തിന് പിശു കാണിക്കേണ്ട കാര്യമില്ലല്ലോ. ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ഒരു മാരേജ് ഫംഗ്ഷൻ ഗ്രാൻഡാക്കാൻ നമുക്ക് കഴിയുന്നത്. തീർച്ചയായും നമ്മളിത് ഗ്രാൻഡാക്കും. ഇതുവരെയും ഈ കേരളം കാണാത്ത കല്യാണമായിരിക്കണം ഋതികയുടെയും റോഹന്റെയും. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കല്യാണം നടന്നിരുന്നില്ലേ? ഒരു ഗ്രൗണ്ടൊക്കെ വാടകയ്ക്കെടുത്ത് കുറെ സെറ്റൊക്കെ ഇട്ട് ഒരു ബഡാ കല്യാണം. ഞാൻ കേട്ടിട്ടുള്ളത് ഈ ബാഹുബലി സിനിമ ചെയ്തിട്ടുള്ള ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ആണ് അവിടെ സെറ്റ് ഇട്ടെന്ന. അതിനെ വെല്ലുന്ന കല്യാണമായിരിക്കണം ഇവിടേത്. എങ്കിൽ പിന്നെ ഗുണാക്കേവന്റെ സെറ്റ് ഇടാം. കാരണം ഇതിലും വലിയൊരു ദുരന്തം ഋതിക മേഡത്തിന്റെ ജീവിതത്തിൽ ഇനി വരാനില്ല. അതൊക്കെ നമുക്ക് ശരിയാക്കാൻ സാഗരജ. എല്ലാം സാഗരജന്റെ ഇഷ്ടം പോലെ തന്നെ നമുക്ക് നടത്താം. എല്ലാത്തിനും ഞാൻ തന്റെ കൂടെ ഉണ്ടാവും. അതോർത്ത് താൻ വിഷമിക്കണ്ട. ആ, ബർത്ത്ഡേ ബോയ് വന്നല്ലോ. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്താലോ? പിന്നെന്താ, അതാണല്ലോ വേണ്ടത്. മോളെ, നമ്മൾ വാങ്ങിയ ഗിഫ്റ്റ് റോവന് കൊടുക്ക. ഋതിക ഒരു ഗിഫ്റ്റ് തരേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. കാരണം ഋതികയുടെ പ്രസൻസ് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ്. രാജു, ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടല്ലോ അല്ലേ? അതോ പണ്ടത്തെ ഒരു സിനിമയിലെ പോലെ ഇവിടെയുള്ള പെണ്ണുങ്ങളുടെ ഫോട്ടോ മാത്രമേ ഉള്ളൂ? ആ, ഇനി നിങ്ങളെല്ലാരും പോയി ഫുഡ് കഴിക്കേ. ചെല്ലേ. വാ. ഋതിക അവിടെ നിൽക്കേ. രാജു, ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസ് എടുത്തേ. ഹേയ്, അതൊന്നും കുഴപ്പമില്ല. ഞാനതപ്പോഴേ മനസ്സിൽ നിന്ന് വിട്ടു. സത്യത്തില് സാറിന്റെ കുഴപ്പമില്ല, നമ്മുടെ സമൂഹത്തിന്റെ ഒരു രീതിയാ. ഒരുതരം വികലമായ കാഴ്ചപ്പാട്. ഒരാണും പെണ്ണും ഒന്ന് മാറി നിന്ന് സംസാരിച്ച എന്തോ വലിയ തെറ്റ് ചെയ്തു എന്നുള്ള സദാചാര ബോധം കൊണ്ടുണ്ടാവുന്ന വികലമായ കാഴ്ചപ്പാട്. സോറി പറഞ്ഞില്ലേ രാജു? പിന്നെ എന്തിനാ ഇങ്ങനെ കാട് കയറുന്നേ? പറഞ്ഞപ്പോ ആ ഫ്ലോയിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ. അല്ലാതെ കാട് കയറിയിട്ടൊന്നുമില്ല. ആ രാജു, എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ? എന്താ സർ? രാജു, മുകളിലത്തെ നിലയിലെ ഡ്രസ്സിംഗ് റൂം വരെ ഒന്ന് പോവാമോ? എന്തൊരു സർ? റോഹന്റെ പേഴ്സ് ഡ്രസ്സിംഗ് റൂമിലാ. അതൊന്നെടുത്ത് റോഹൻ കൊടുക്കാവോ? കാരണം എല്ലാരും ഫംഗ്ഷന്റെ ഒക്കെ തിരക്കിലല്ലേ. രാജു ആണെങ്കിൽ ഫ്രീയുമാണ്, അതുകൊണ്ട് ചോദിച്ചതാ. ബുദ്ധിമുട്ടില്ലെങ്കിൽ അതൊന്ന് എടുത്തു കൊടുക്കൂ. അല്ല, ഒരാളുടെ പേഴ്സൊക്കെ എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞാ അത് മോശമല്ലേ? ആരെങ്കിലും കണ്ടാ ഞാൻ കള്ളനാണെന്ന് തെറ്റിദ്ധരിക്കും. ആ എന്റെ പൊന്നു രാജു, ഇവിടെ ആരും അങ്ങനൊന്നും ചിന്തിക്കില്ല. ഇനിയിപ്പൊ രാജുവിന് വിശ്വാസക്കുറവാണെങ്കിൽ തെളിവിനായിട്ട് ഞാനൊരു വീഡിയോ എടുക്കാം. എന്നിട്ട് ആ വീഡിയോയിൽ ഞാൻ ഈ കാര്യം രാജുവിനോട് ആവശ്യപ്പെടാം.
അപ്പൊ തെളിവായില്ലേ? അതൊന്നും വേണ്ട സാറേ. ഒരു ഹെൽപ്പ് ചെയ്യാൻ രാജുവിന് ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് കരുതിയാ ഞാൻ വന്ന് രാജുവിനോട് ഹെൽപ്പ് ചോദിച്ചേ. പറ്റില്ലെങ്കിൽ വേണ്ട, സോറി. ഞാൻ എടുത്തു കൊടുക്കാം സാറേ. ഈ മുറി എവിടെന്നാ പറഞ്ഞേ? സ്റ്റെപ്പ് കയറി മുകളിലെത്തുമ്പോ വലത്തോട്ട് തിരിഞ്ഞ് രണ്ടാമത്തെ റൂം. ശരി സാർ, ഞാൻ എടുത്തോണ്ട് വരാം. താങ്ക്സ് രാജു, താങ്ക്സ് അലോട്ട്. ധൃതിയൊന്നും വെക്കണ്ട കേട്ടോ, ഒന്ന് എടുത്ത് കൊടുത്താൽ മതി. ശരി സാർ. സമയം കുറച്ചായല്ലോ, ഇതുവരെ ഒന്നും സംഭവിച്ചതുമില്ല. ഇനിയിപ്പോ ഡ്യൂപ്ലിക്കേറ്റ് നായിക്കറിന്റെ പൊടിയായിരുന്നു അത്. എന്നാ പിന്നെ നിങ്ങൾ അങ്ങോട്ടിരിക്കും. ശരി എന്നാ. ഓക്കെ, താങ്ക് യു. ഒറിജിനൽ തന്നെയാ. പൊടി പണി തുടങ്ങി. ഇനി നീ കുറച്ച് പാടുപെടുത്തോ. ദൈവമേ, ഇതെന്ത് പണ്ടാരമാണ്. ദേഹം മൊത്തം ചൊറിയുന്നല്ലോ. എന്തു വന്നാലും ആരും ഒന്നും അറിയാൻ പാടില്ല. അല്ലെങ്കിൽ ഞാൻ പ്ലാൻ ചെയ്ത എല്ലാം പൊളി. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. നീ എന്തിനാണ് ഇങ്ങനെ സഹിച്ച് നിൽക്കുന്നത്? വല്ല വെള്ളത്തിൽ പോയി ചാട്. അല്ലെങ്കിൽ വേണ്ട, ഈ നിൽപ്പ് കാണാൻ അതിലും രസം. ശ്ശെ.